യാത്രകൾ എപ്പോഴും ഇങ്ങനെയാണ്, ജീവിതം പോലെ. നമ്മളെ സ്നേഹിക്കുന്നവർ ഒപ്പമുള്ളപ്പോഴേ അതിനൊരു പൂർണ്ണത ഉണ്ടാവും. ബോബിക്ക് വേണ്ടിയിരുന്നത് അമ്പിളിവട്ടമുള്ളൊരു ആകാശമായിരുന്നു. ആകാശത്തുള്ള അമ്പിളിക്ക് കാലുറച്ചു നിൽക്കാനും നൃത്തം ചവിട്ടാനും ഒരു ഭൂമി. യാത്രകൾ തുടരുകയാണ്. എത്രമേൽ സരസമാ ലക്ഷ്യങ്ങൾ, അത്രമേൽ കഠിനമോ മാർഗങ്ങൾ. മണ്ണിലാണ് സ്വർഗം, ഈ നിമിഷമാണ് നെൽപ്പർദീസ. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. സമയം 4:30. എല്ലാവരും റെഡിയാവുന്നു, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ ബാക്കി പരിപാടിയായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത്? നമ്മൾ തൊടുപുഴ എത്തിയിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്ന് ഇപ്പോൾ പള്ളിയിൽ കയറാൻ വേണ്ടി വന്നതാണ്. സുബഹി നിസ്കരിക്കാനായിട്ട് വണ്ടി നിർത്തുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് സൈത്തെ? നമ്മൾ എന്തിനു വന്നു പൈസപ്പ? ഇവിടെ എന്തിനു വണ്ടി നിർത്തി? വരുന്നു അങ്കിൾ പി ആൻഡ് ടീം. ഞങ്ങളിപ്പോ പുലിമല പോകാൻ പോവാണ്. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞു. ഇനി അടുത്ത കഴിക്കാം. ഇതിനകത്ത് ആരെയും കാണത്തില്ലല്ലോ. ഇത് മതി, ഇതൊക്കെ കണ്ടാ മതി. ഓക്കെ ഓക്കെ. ഇപ്പൊ തന്നെ കാണാം. കാറിന്റെ പെട്ട പിടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ രാവിലെ സുബഹിയൊക്കെ നിസ്കരിച്ചിരിക്കും ഇറങ്ങുവാണ്. അവന്റെ എക്സൈറ്റ്മെന്റ് കേട്ടോ ഇതിനകത്ത്. എല്ലാവരും ദുആ ഞങ്ങളെ ഉൾപ്പെടുത്തണം. അല്ലാണ്ട് കുതിർത്ത് കാണാൻ പോവാണ് പുലിമല. അൽഹംദുലില്ലാഹ്, ഹൈറും ബർക്കത്തും ഉണ്ടാവട്ടെ. ആമീൻ. കട്ട് ചെയ്യാനുള്ള ഒരു ഇതായില്ലേ? ഈ കട്ടിക്ക് മാത്രം നടന്നു. വണ്ടി പറയണം, വിശക്കുന്നു, പോട്ടെ. ന്യൂ ഐഫോൺ 16 Pro. നമ്മൾ എന്തിനു വന്നാ? എല്ലാവർക്കും അറിയാം. നമ്മള് എന്ത് കഴിക്കാൻ? നമ്മള് പൊറോട്ടയും മട്ടൻ ചാപ്സ്. എന്തൊക്കെ ഉണ്ട് ഇവിടെ? ഇവിടെ പൊറോട്ട ഉണ്ട്, ദോശയുണ്ട്, ഇഡലി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, മട്ടൻ ചാപ്സ് ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. ഏത് വേണം കഴിക്കാം. ശരി 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 ശരി. അപ്പം ഫുഡ് കഴിക്കാൻ വന്നതാണ് നമ്മൾ. എക്സ് വ്ളോഗർ ഉണ്ട് ഇവിടെ. എക്സ് വ്ളോഗർ നമ്മള് നിങ്ങളുമായിട്ടുള്ള ഒരു കൊളാപ്പിനും ഇല്ലേ? ഇന്ത്യ ഇതൊക്കെ എടുക്കുന്നത് ഇതന്നെ ഒന്നും അറിയത്തില്ലല്ലേ? ഇത് ഇന്നലെ പോയി എടുത്താ, ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മുടെ അടുത്ത് വന്നിട്ട് നോക്കിയിട്ട് തെറ്റിയാന്ന് കൊടുത്തിരുന്നാ. അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണം. അതെല്ലായിടത്തും ഇട്ടോ, ഗ്രൂപ്പിലിട്ടോ. അതായത് വിൽക്കാൻ എടുത്ത ഫോണാ കേട്ടോ. നീ മേടിച്ചെന്ന് പറഞ്ഞോ. ഇനി കുറച്ചു നേരം ഞാൻ അതിന് കിട്ടുന്നുണ്ടോടാ? സെറ്റപ്പല്ല, സെറ്റാ. പിന്നെ കണ്ണുകളി നോക്കട്ടെ, കണ്ണുകളി നോക്കാം. നല്ലതാണ് ചീത്താണ്. പിന്നെ കണ്ണുകളി ആ ഇത് കൊള്ളാം കേട്ടോ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. കുഴമ്പൊക്കെ എടുത്ത് നമ്മൾ ഡൽഹി പുള്ളി പറഞ്ഞേക്കുന്നത് ഇപ്പം മിക്സ് എടുത്തിട്ടുണ്ടോ? പുള്ളി മറ്റേ അമൃത ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലല്ലേ? ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കൈയെല്ലാം നടത്തുന്നില്ല ഇവനാ. മൊത്തം കൈ ടൊമാറ്റോ പിക്കിൾ എത്തി. ടൊമാറ്റോ പിക്കിൾ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. നാടിന്റെ ഏഴാം വാർഡിലെ സ്ഥാനാർത്ഥിയാ. പിന്നെ 7ാം വാർഡിലൊന്നും ഈ തെണ്ടി ഞങ്ങൾ എടുത്തോളൂ. ഈ തെണ്ടിയോ നമ്മളെ ചിഹ്നം തോന്നല. ഫോട്ടോ പോലീസ് മൈന
നമ്മളെങ്ങോട്ടാ പോന്നെ? നമ്മള് മലയുടെ മുകളിലോട്ട് മലയുടെ മുകളിലോട്ട് നമ്മൾ പോകുന്ന കൃത്യമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴുന്ന കാണാൻ പോവാണ് നമ്മൾ. ഞാൻ കുറെ സ്റ്റോറികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, നമുക്കതെല്ലാം ചെയ്യണം. കുറെ വീഡിയോസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാല് വെക്കിട്ട് പിന്നെ മാറ്റുമ്പോൾ നമ്മള് മീശപ്പുലിയുടെ മുകളിലിരിക്കും. എല്ലാവരും ശരി ശരി ശരി. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് അല്ല, ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ബേസ് ക്യാമ്പിലേക്കല്ല, സൈലന്റ് വാലി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അവിടെ നിന്ന് ശേഷം ട്രക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് സാധനങ്ങളെല്ലാം എടുത്ത് ഫൈസൽ സുന്ദര കുട്ടപ്പനാകുന്നു. അൻസിൽ ബി ഓൾറെഡി റെഡി ടു വെൽക്കം മിസ്റ്റർ ജി കെ. യാ, ഒരു ഉമ്മ എടുത്തേക്ക് ജി കെക്ക്. ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, പ്രഷർ ജി കെ. ആൻഡ് ഹിയർ ഈസ് സൈത്ത് മൈന ഗെറ്റിംഗ് റെഡി. ഇബിൻ ഇർഷാദ് ആൻഡ് മൈസെൽഫ്. അവനെടുത്തു, അവൻ ആദ്യം എടുത്തു. സുമീർ ഖാൻ സുൽഫിക്കർ. ഷൂ ഒക്കെ കേട്ടോ മോനെ. ചെക്കൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് നോക്കി. 2.5 പവന്റെ മാല ഒന്ന് കാണിച്ചോടാ. കെട്ടിയോളുടെയാ. പിന്നെ അയ്യോ അയ്യോ അവരറിയത്തില്ല, അവരറിയത്തില്ല. ഇത് ഞങ്ങൾ നേരത്തെ തൂക്കിയതാ, ഞങ്ങള് ഇതുവരെ പോയില്ല. അൻസിൽ ബി, എന്നിട്ട് പറഞ്ഞ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ ഈ ട്രിപ്പിനെ പറ്റിയുള്ള പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ്. ആ, ഏറ്റവും നല്ല പ്രതീക്ഷ. കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും കുറെ പ്രതീക്ഷിക്കുന്നു. എന്തൊക്കെയാണത്? കുറെ സ്ഥലങ്ങൾ കാണാനും സന്ദർശിക്കാനും പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും. പുതിയ പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റൂടി. എല്ലാവരും വരും. ശരി ശരി. ഫൈസപ്പന്നെ ഇവിടെ വരാനുള്ള ഉദ്ദേശം ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? കണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വണ്ടി മുകളിൽ കയറ്റിക്കൊണ്ട് പോലോ. ഇങ്ങോട്ട് അത് അവര് കയറ്റിക്കോളും. നമ്മൾ വണ്ടി ഇവിടെ ഇടുന്നു, അവർക്ക് കീ കൊടുക്കുന്നു, അവർ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. തുടങ്ങല്ലേ? വീഡിയോക്ക് എടുക്കാനുള്ള വീഡിയോ ഒക്കെ സേവ് ചെയ്ത് വെക്കുവാണ്. സേവ് ചെയ്ത് വെക്കുക. അതല്ല കേട്ടോ, വേറെ ഇതൊക്കെ. ഇത് വീട്ടിൽ പൊട്ടിച്ചു ഇങ്ങനെ ആക്കുവോ? കൊള്ളാം കൊള്ളാം. ഇത് ബ്ലോഗറൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഒട്ടും കുറയ്ക്കണ്ട, കടന്നോട്ടെ. അല്ലേ, ഇത് നമുക്ക് ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ എല്ലാവരും ചെയ്യണം. ഇങ്ങനെ പൈസപ്പ ഇങ്ങനെ ചെയ്യും. ഇതെന്ത് ചെയ്യും? ഇത് പൈസപ്പ, ഇത് ബി പി കണ്ടോ? ഓ, അത് നമുക്ക് ആ സാധനം കൊള്ളാം കേട്ടോ. അത് നമ്മൾ ഇറക്കണം. അത് നമ്മൾ കാശും, അത് നമ്മൾ കാശും. അത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. മറ്റേ കിട്ടുന്നില്ല. അത് വേറെ എന്തോ ടാഗ് ഉണ്ടെന്ന് തോന്നണം. അല്ല, നമ്മുടെ ആണോ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവര് എവിടെ നിൽക്കുന്നു ടാഗുമായിട്ട്? നമ്മളാണെന്ന് പറയാൻ പറ്റില്ല. ഞാനും അൻസിലിപ്പിയും വേറെ ആരാ പൈസപ്പലും ചെയ്യുന്ന. നീ ഇല്ല, ഇല്ല, ഞങ്ങള് മൂന്നിനും ചെയ്യുന്ന സാധനം ഇത്. ഫ്രണ്ട് അൻസിലിപ്പി നിൽക്കും. സോ ഗൈസ്, നമ്മുടെ ടാഗ് കിട്ടിയിരിക്കുകയാണ്. ടാഗ് ഇട്ട് പി ടാഗ് ആഡ് നല്ല നാളത്തെ പരിപാടിക്ക് വിടാം. ഉത്സവ കമ്മിറ്റിയിലെ
സാധനം കിട്ടിയിരിക്കുകയാണ്. പ്രണയമാണ് യാത്ര. ഇതാണ് നമ്മളെ കൊണ്ടുപോകുന്ന ടീം. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി വിശേഷങ്ങളുമായിട്ട് ഇപ്പൊ തന്നെ യാത്രയോട് പ്രണയമാണ് യാത്രയോട് മറ്റാരുടെയും പ്രണയമുണ്ടോ? ഉണ്ടായിരുന്നു. അവൾക്ക് തിരിച്ചില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതിനുവേണ്ടി യാത്ര തിരഞ്ഞെടുക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഹീലിംഗ് പ്രോസസ് ആണല്ലോ. അപ്പം കൂടുതൽ വിശേഷം. സോ ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ ഒരു എന്താണിത്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓഫീസ് എന്തോ ആണിത്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ വരാനുണ്ട്. അയ്യോ പക്ഷേ നട കയറിയപ്പോഴേ എടുത്ത് ഇനി ആ മല എങ്ങനെ കയറൂ? അയ്യോ അതായത് അവിടെ നമ്മുടെ പയ്യന്മാർ ഇപ്പോൾ ഉണ്ട്. ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് അവർ പിക്ക് ചെയ്ത് നമ്മൾ ജീപ്പിൽ എന്നിട്ട് ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നീ പറയാ നീ എൻ്റെ അങ്ങനെയൊന്നുമില്ല ഗൈസ്. ഇവിടെ കുറേ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ നടക്കുന്നു. പുള്ളി പിടിച്ച് ഇടിച്ചേനെ ഇപ്പം നമ്മളെ. ഫുള്ള് ഫോട്ടോ സെക്ഷൻസ് കേട്ടോ, ഫോട്ടോഷൂട്ട്സ് ആണ് ഫുള്ള്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഇവിടെ എടുത്തു കൊടുക്കുന്ന ടീംസാണ്. എല്ലാവരും പിടിച്ച് നമ്മൾ ഇടിക്കും. നമ്മൾ ഇതുവഴി നടന്നാലും അതെല്ലാം ആരുടെങ്കിലുമൊക്കെ ഫ്രെയിമായിരിക്കും. കാരണം ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ചുമ്മാ അല്ല, പൈസയ്ക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ട് നടന്നാലും ഇവരുടെ ഫ്രെയിമുകളായിരിക്കും. നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഇവർ ഭയങ്കര സീനാണ്. പക്ഷേ എന്താണ് ബ്രോ എന്താ കാണിക്കണമെന്നൊക്കെ കൊടുത്ത് ചോദിച്ച് ഭയങ്കര സീനാണ്. അവർക്കൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നടക്കാതിരിക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് സംതിങ്. ഫോറസ്റ്റ് ഓഫീസാണ്. ഡിവിഷണൽ ഓഫീസ് മൂന്നാർ ഡിവിഷൻ. ഹേ 35 പാലാവണ്ടി. ഓക്കെ, ഉമ്മ പീപ്പിക്ക് ഒരു ഉമ്മ കാണാൻ കുറെ. ഞാൻ എന്താ പറയാ, പെണ്ണിട്ട് നമ്മളെ കൊണ്ടുവരുന്നത് ഞാൻ പറയാം. നമ്മളോട് പരിചയപ്പെടുന്ന വീഡിയോ കണ്ടില്ല. യൂട്യൂബ് ആൾക്കാർ അത് എടുക്കാനുള്ള ഒരു സംവിധാനം തൽക്കാലം നമുക്കില്ല. നമ്മളിങ്ങനെ നോക്കിക്കൊടുക്കും. 2 legends in 1 frame. വെയിറ്റിംഗ് ആണ്, തുടങ്ങിയിട്ടില്ല. 1 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുന്നു. ഇതൊന്നും കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാണിച്ചു കൊടുക്കുന്ന ഞാനിടും. സൗകര്യത്തിൽ എനിക്ക് അയച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പണ്ടൊരു പരിപാടി അച്ഛന് പറ്റിയ വീട്ടിലെ കാര്യങ്ങൾ കുട്ടിപ്പട്ടാളത്തിൽ വിട്ട അവനെല്ലാം പറഞ്ഞു കൊടുത്ത. അവനെ വിട്ടാന്ന് തീർന്നു തീർക്കാനെ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ജീപ്പ് കിട്ടിയിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ടു സൈലന്റ് വാലി. ഇവിടുന്ന് സൈലന്റ് വാലി എത്രയിലുണ്ടോ? 22.
നമ്മൾ സെൽവാലി എത്തിയിരിക്കുന്നു. നമ്മൾ വന്ന വണ്ടി സൈലന്റ് വാലി എത്തിയിരിക്കുകയാണ്. സൈലന്റ് വാലി കൊള്ളാം, നൈസ്. എത്രത്തോളം ഈ ക്യാമറയിൽ മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളിയാണ്, നൈസാണ്. പുളിഞ്ചിക്കേ ആരുടെ പുളിഞ്ചിക്കേ പറ. കാപ്പി പോയിട്ടെങ്കിൽ ഒരു ടീ സ്റ്റാൾ പോലും പാക്കലേടാ തമ്പി. ഓടുന്ന വീഡിയോ അല്ലേ മെയിൻ, എന്നാൽ ഞാനും അതെടുക്കും. ഓക്കെ ഹായ് നൈൻ്റെ മോനെ. അവിടെ ഒരു ചെറിയ ചക്കടയുണ്ട്, നമ്മൾ അവിടെ നിന്ന് പഴംപൊരി അടിക്കാൻ പോകുന്നത് നമ്മുടെ ടീമിലുള്ള ബാക്കി രണ്ട് വേണാ. ഞങ്ങൾ 6 പേരാണ്. ചായ കുടിക്കും, ചായ കുടിക്കും, ചായ കുടിക്കും, ചായ കുടിക്കും. Your tea is here, bro. Your tea is ready. അവിടുത്തെ ഒരു ചായക്കടയാണ്. നോർമൽ ടീ ലെമൺ ടീ 6 ടീയും ഒരു 6 പഴംപൊരി. 6 ചായ 6 പഴംപൊരി. അപ്പോൾ 135. 135. പിന്നെ അടുത്ത ഒരു 8 ചായ എടുക്കണോ உங்களுக்கு வந்துட்டு ലെമൺ ടീ 2 ടീ 3 ബജി அவ்வளோதான் ഒരു പഴംപൊരി 80. നിങ്ങൾക്ക് കേൾക്കാനോ? ഇല്ല, 2 ചായ ഒരു പഴംപൊരി. ரெண்டு ചായ ഒരു പഴംപൊരി. അപ്പോൾ 25 45. ചൂടാണ്. കടി വേണം. ഒരു ഡിസ്പോസ് ഉണ്ടാവും. അൽത്താഫ് പൊരി, അൽത്താഫ് പൊരി റെഡി. പൈസ പാത്രം പിടിച്ചോടാ. സോ സൈലന്റ് വാലിയിൽ കൂടെ നടക്കുകയാണ് നമ്മൾ. ഒരു ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ
ടീമിലുള്ള ആൾക്കാരാണ്, നമ്മുടെ പാക്കേജിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാച്ചാൻ പോവാം. ഫൈസി ശരിയാ, നീ കേട്ടത് ശരിയാ. അമ്മാവന്മാരല്ലടി, അതെ നീ, ഞാനല്ല. ആവറേജ് 35 വയസ്സോളം ആവറേജ്. ടീമിന്റെ ആവറേജ് പറയാ 35ആണ്. അങ്ങനല്ല 35 നൈസ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഗ്രൂപ്പ് ഫോട്ടോ രണ്ടിൽ ഫോം ഫ്രണ്ടിലോട്ട് കുറച്ച് ഇറങ്ങിക്കണം, മൊത്തത്തിൽ ഇറങ്ങിക്കണം. ബാക്കോട്ട് ഇറങ്ങിക്കോ. പൈസപ്പാ അവിടെ കാണൂല, കയറി വാ. ഇതാണ് ആ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. മലവെള്ളം. ഏതാ കുടിച്ചോ? കുടിച്ച് ടെസ്റ്റ് ചെയ്ത് വേറെ എന്നാ പറയാനുള്ളത്? അഭിപ്രായം പറ. നീ എന്ത് നല്ല അഭിപ്രായം പറയാനല്ലേ? നല്ല സ്ഥലം. അതല്ല, പറയടാ, വീഡിയോ ഓണാക്കി വെച്ചിട്ട്. വീണ്ടും ഒരു യാത്രയ്ക്കും ഒരു മറന്നുവെപ്പിനൊക്കെ ശേഷം കള്ളത്തരം ഉണ്ടാക്കണം. അപ്പൊ വണ്ടി ഓടിച്ചവരാ നമ്മളെ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുന്നു. ടെന്റാണ് ഇവിടെ. ഒരാള് മൂന്ന് പേര് ഒരു ടെന്റില് ഒരു പരിപാടിയിലാണ്. ഏറ്റവും വ്യത്യസ്തമായിട്ട് നമ്മുടെ ബാത്റൂം മതി. അതാണ് ഓപ്പൺ ബാത്റൂം. ഓപ്പൺ ബാത്താണ്. ഓപ്പൺ ബാത്തിൽ കുളിക്കാം. അത് സാരമില്ല. അവിടെ ക്യാമ്പ് നല്ല ചൂടാ ഇവിടെ. ചൂടൊന്നുമില്ല ഇപ്പൊ, തണുപ്പ് നല്ല ചൂടുണ്ട്. തണുത്തോളും, അത് രാത്രി ആകുമ്പോൾ തണുക്കും. പിന്നെ സ്ഥലം കൊള്ളാം. കൊള്ളാം. ഇപ്പൊ ഞാനിപ്പോ ഇതിന്റെ ഒരു പുറത്തെ വ്യൂ കാണിച്ചു തരാം. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു വ്യൂ കാണിച്ചു തരാം. ഓവറാക്കല്ലേ? സാറുണ്ടോ? റേഞ്ച് ഉണ്ടോ? ചാർജ് പക്ഷേ 6 മണിക്ക് കുത്തിയിടാൻ പറ്റുള്ളൂ. കൊള്ളാല്ലേ? നൈസ്. റേഞ്ച് ഉണ്ടോ അല്ലേ? നൈസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കിട്ടും. അപ്പൊ അടുത്ത സംഭവം സെറ്റ് ചെയ്ത് വരാം. ഓക്കെ, ഓക്കെ. ഇന്ന് രാത്രി ഇവിടെ ഒരു, ഞാൻ ഗ്ലാസ് വെച്ചാൽ എനിക്ക് അത് പറയാൻ പറ്റുള്ളൂ. സോറി. നടക്കും, ഉറപ്പാ. അതല്ല, ഇന്ന് രാത്രി പല പാടുകൾ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഇവിടെ ഒരു ഭീകര ജീവി ഇറങ്ങുന്നു. അതിൽ നിന്ന് നിങ്ങൾ സിനിമാറ്റിക്കായിട്ട് ചിന്തിക്കൂ. അപ്പം നിങ്ങളെല്ലാം ഞാൻ രക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾ തിരിച്ചറിയുന്നു എന്താണ് എനിക്കൊരു സൂപ്പർ പവർ ഉണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നു. ശരിക്കും ഞാനൊരു ബാറ്റ്മാനാണ് നിങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങനെയുണ്ട്. നല്ല ഇതാ ഒരു ഉറുമ്പ് വന്ന് എന്റെ കൈ കടിക്കും. ഇത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വീഡിയോ നമ്മൾ അച്ചുവിന് AI ആയിട്ട് ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും. ഈ സ്റ്റോറി ഒന്ന് സെറ്റ് ചെയ്തിട്ട് AI ക്രിയേറ്റ് ചെയ്ത് തരണം. ഓക്കെ.
This is for Achu. അച്ഛന് അതിനുള്ള കഴിവ് ഉണ്ടെങ്കിൽ അത് ചെയ്തു കാണിക്കും. പിന്നെ അച്ഛന് അതിനുള്ള കഴിവൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു അത് കാണിക്കാം. നോക്കാവേ. ഗൈസ്, നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. So we are on the way for our lunch. Okay. Yes. എടാ പോടാ. ഫുഡ് അയ്യോ അല്ലാതെ ഞാൻ തരണേ. തിന്നുന്നുണ്ടോ? ഫുഡുണ്ട്. നമ്മുടെ കൂടെ വന്നു. ഡിന്നറാണോ ഇത് ലഞ്ചാണോ? മാർഗി ഹായ്. സോ ഇന്നത്തെ ലഞ്ച് പുട്ട്, കടല, മുട്ട പുഴുങ്ങിയത്, ചോറ്, അച്ചാറ്, മുട്ട പുഴുങ്ങിയത്, സലാഡ്, ഉള്ളിക്കറി. സോ നമ്മൾ എന്ത് കഴിച്ചു? ഓക്കെ. പിന്നെ നെയ്ച്ചോറും കടലക്കറി എന്തൊക്കെയാന്ന് പറയട്ടെ. നെയ്ച്ചോറ്, കടലക്കറി, മുട്ട, അതാണ് ഞാൻ തിന്നിയും കഴിച്ചത്. ഞാൻ പുട്ട്, കടലക്കറി, മുട്ട, ഉള്ളിക്കറിയും ഉണ്ടായിരുന്നു, അച്ചാർ. വാങ്ങണ്ട, സ്നേഹത്തോടെ ഇരുന്നല്ലോ വാങ്ങ. എന്നാ പറയാനാ? പിണക്കം തന്നെ നിനക്ക്? പണക്കമുണ്ട് സംഭവം പറ. പറയാൻ പറ്റില്ല. ഒരു മാസം ജോലി, ഒരു മാസം ലീവ്. 6 മാസം വർക്ക് ചെയ്താൽ പെയ്ഡ് ലീവ്. ടിക്കറ്റും എല്ലാം കമ്പനി. സോ ഗൈസ്, നമ്മൾ വാട്ടർഫോളിൽ കുളിക്കാൻ പോകുന്നു. വാട്ടർഫോൾസിൽ കുളിക്കാൻ പോകുന്നു. വാട്ടർഫോൾസിൽ കുളിക്കാനായിട്ട് പോകുന്നു. Come on, go. തമിഴ്നാട്ടിൽ നിന്ന് മാടിന്റെ ലോറി വന്ന അണ്ണാച്ചി. അപ്പൊ നമ്മള് പോകുന്നു അങ്ങോട്ടാ വാട്ടർഫോൾസിൽ കുളിക്കാൻ. എവിടെ പോകുന്നു? കുളിക്കാൻ. എവിടെ? മറ്റേത് പറഞ്ഞ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ. എല്ലാ സാധനങ്ങളും അതായത് മനുഷ്യന്മാര് മുതൽ കിളികൾ വരെ. അപ്പൊ നമ്മള് ഫെൻസിങ് ഉണ്ട്. രാത്രി ആയി കഴിഞ്ഞാല് ഇതിന്റെ അപ്പുറം, ഫെൻസിങ്ങിന്റെ അപ്പുറം പോയത്. പിന്നെ ടെന്റിന്റെ ഇന്നറും ഔട്ടറും എല്ലാ സമയത്തും അടച്ചില്ല. ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഏഴ് വന്നാണ്ട് കയറും. നമ്മള് ഉള്ളിൽ അടച്ചിട്ടുണ്ട്. പുറത്തത്തെ അടച്ചിട്ടില്ലെങ്കിൽ മഴ, മഞ്ഞ് എന്താണെന്ന് വെച്ചാലും വെള്ളം ഉള്ളിൽ കയറും. പിന്നെ കിടക്കാൻ വേറെ ടെൻ്റൊന്നും എക്സ്ട്രാ തരല്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു കയറ്റം കയറുന്നുണ്ട്. സ്റ്റീപ്പാണ്, അപ്പോൾ ശ്രദ്ധിച്ച് പോവുക. പിന്നെ പൂക്കൾ, ചെടികൾ, മരങ്ങൾ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, വരും തലമുറക്കും വേണ്ടിയിട്ടുള്ള. അപ്പം ചെയ്യാം, അതൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, കാണാൻ ആശ്രയിക്കുക. അതിനപ്പുറം അത് പറിച്ചെടുക്കാനോ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നേപ്പാളിന്റെ ദേശീയ പുഷ്പം മുതൽ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റ് പിടിക്കാൻ ഫൈനാണ്. ഒരു 10,000 രൂപ മുതൽ മുകൾക്ക് മിനിമം അത്ര വരും. അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം.
പിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനങ്ങളും അവിടെ ഇട്ടേച്ച് പോകണ്ട. അതായത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മുടെ ടാഗാണ് ഒരു സാധനം അവിടെ കൊണ്ട് ഇടും വേണ്ട. അവിടെ ഒരു സാധനം കൊണ്ടും വേണ്ട. നമ്മൾ ഈ പ്രകൃതിയെ ആസ്വദിച്ച് വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ച് നല്ല ചെറിയ തിരിച്ചു വരാം. നല്ല തണുത്ത വെള്ളമാണ്. അതിലിറങ്ങി കുളിച്ച ഒരാളോട് അതിൻ്റെ ആംബിയൻസ് വന്ന് മനസ്സിലാവുള്ളൂ. അതായത് പോയി കണ്ട് അതിൻ്റെ കാലം നനച്ച് പോയി കഴിഞ്ഞാൽ കടലിൽ പോയാണ്ട് കാലം പോകുന്ന അതേ ഫീലിംഗ് കിട്ടും. കടലൊന്ന് ഇറങ്ങിയതിനോട് നമ്മൾ കടലിൽ ഇറങ്ങി കുളിച്ചത് ആ ഒരു ഫീലിംഗ് യൂസ് ചെയ്യുന്നത് മനസ്സിലാവുള്ളൂ. അത് നമ്മൾ അനുഭവിച്ചില്ല. അപ്പോൾ ഈ തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ച് വന്നു കഴിഞ്ഞാൽ ബോഡി ഒന്നുകൂടി റിഫ്രഷ് ആയി കിട്ടും. അതിന് പ്രായ വ്യത്യാസം ഇറങ്ങാം, കുളിക്കാം. പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കട്ടൻ ചായയും ബിസ്ക്കറ്റും ഒക്കെ റെഡി ഉണ്ടാവും. ആ തണുപ്പ് അതിന് മാറി കിട്ടും. പ്ലാസ്റ്റിക് ഇട്ട് വരിക വന്നു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഉള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ക്യാമ്പ് ഫയർ ഉണ്ടാവും 6:30 നിങ്ങൾക്ക് 9 മണി വരെ പാട്ട് പാടാം, ഒച്ചയെടുക്കാൻ എന്ത് ചെയ്യാം. 9 മണി കഴിഞ്ഞ് ക്യാമ്പ് ഫയറിൽ നേരം വെളുക്കുന്നാടം വരെ ഇരുന്ന് സൗണ്ട് ഉണ്ടാവരുത് എല്ലാവർക്കും. പിന്നെ രാവിലെ 4:30 5 മണിക്ക് എഴുന്നേൽക്കുക, നിങ്ങളുടെ ഇഷ്ടം. എഴുന്നേറ്റ് ഇവിടുന്ന് പോകുന്നത് ഫസ്റ്റ് നിങ്ങൾ വന്ന വണ്ടിയെ തന്നെ കയറുക. 5 കിലോമീറ്റർ ഇവിടുന്ന് വണ്ടിയെ കൊണ്ടുവിടും. അവിടുന്ന് 500 മീറ്റർ ഉള്ള ഒരു മല കയറിയതാണ് സൺറൈസ് കാണുന്നത്. അവിടെ എല്ലാവരും ഒരു അരമണിക്കൂറോളം നിങ്ങൾക്ക് സമയം ഉണ്ടാവും. 6 മണിക്ക് ചെല്ലുന്നെങ്കിൽ 6:45 നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് പോയിന്റിലും രണ്ടാമത്തെ മീശപ്പുലിയുടെ ടോപ്പിൽ ചെല്ലുമ്പോഴും തിരിച്ച് നിങ്ങൾ റോഡമാൻഷം വരുമ്പോഴും നീലഗിരി താർ വരയാട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ കൂട്ടമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് ടച്ച് ചെയ്യാനോ ഫുഡ് കൊടുക്കാനോ പാടില്ല. നിങ്ങൾക്ക് സെൽഫി എടുക്കാം, ഫോട്ടോ എടുക്കാം. അങ്ങനെ എന്തെങ്കിലും വന്നാൽ 6 മാസം തൊട്ടായിരിക്കും. അത് ഇപ്പോഴേ പറഞ്ഞു. അപ്പോൾ അത് എല്ലാവരും സൂക്ഷിക്കുക. പിന്നെ പ്ലാസ്റ്റിക് ഒന്നും ഇടരുത്. ഒരു ചെടിയോ കായോ റോഡോട്ടോളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ഒന്നും നിങ്ങൾ കളക്ട് ചെയ്യരുത്. പിന്നെ ഇതാണ് നിങ്ങളുടെ ഗൈഡ്. നിങ്ങൾ പറഞ്ഞ കേൾക്കുക. അവിടെ സ്ലീപ്പായിട്ടുള്ള സ്ഥലമാണ്. പറഞ്ഞ കേട്ടില്ലെന്നുണ്ടെങ്കിൽ സോ ഗൈസ്, നമ്മൾ ട്രക്കിംഗ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് വാട്ടർഫോൾസിലേക്കാണ്. വാട്ടർഫോൾസിൽ പോയി തണുത്ത വെള്ളത്തിലൊരു കോളിയൊക്കെ പാസ്സാക്കിയിട്ട് മാമ പറഞ്ഞ മാമ നമ്മൾ അടിപൊളി ഒരു ഇതിലേക്കാണ് നമ്മൾ ഇതിലേക്ക് വാട്ടർഫോൾസിൽ പോയിട്ട് വാട്ടർഫോൾസിൽ നമ്മൾ കുളിച്ചിട്ട് ചായ കുടിക്കാൻ 6 ഇവിടെ വരും. കുടിച്ചിട്ട് പിന്നെയും കുടിക്കും. പൊടി മറ്റേ എണ്ണയൊക്കെ എടുത്തോ? അവൻ എടുത്തിട്ടുണ്ട്. പുറകെ പോയത് വരുന്ന പയ്യൻ പാലച്ചൂടിന് എണ്ണ എടുത്തിട്ടുണ്ട്. കുഴമ്പൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? Yes. So we are heading to waterfalls, right? Yes. Mr. Anshulbi. ഓൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നമാണ്. ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ടുള്ള അണപ്പാണ്. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ആളാണ് നമ്മുടെ ഗൈഡ്. പുള്ളി അവിടെ 2 കിലോമീറ്റർ ഉണ്ട് വാട്ടർഫോൾസിലേക്ക് എന്നാണ്. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് അത്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഞാൻ പറഞ്ഞായിരുന്നു. എന്താ എന്നെ തിരിച്ചു പോണോ? പൈസലെ കാണിക്കുന്നു. തിരിച്ചു പോണോ പൈസലെ? ഓവറാക്ട് ചെയ്ത് ചളവാക്കുവാൻ. മാമാ മാമാ നിങ്ങളിപ്പോ ഫോറസ്റ്റിന്റെ ആണോ? ഫോറസ്റ്റ് ഓഫീസറാണോ? ടെമ്പററി അല്ലേ? ഓ, ഡെയിലി ഉണ്ടോ ട്രക്കിങ്? ഓ, ഞമ്മളോ? ഏകദേശം ഈ കാട്ടി ഇത്ര വലിയ സിംഹം, പിന്നെ കടുവ അടിവാളിന് വെട്ടും കേട്ടോ പുള്ളി.
ഇപ്പുറ സൈഡ് ഇന്നാലും നിന്നെ കിട്ടുള്ളൂ കേട്ടോ. ആ പറ, എന്നിട്ട് മിണ്ടിയും പറഞ്ഞൊക്കെ പോ, വിശേഷങ്ങൾ പറ. ഇവിടെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഉണ്ടോ ഓടിയും പറഞ്ഞൊക്കെ. എൻ്റെ ഇത് നൈസാട്ടോ. ആ മൈനേന്ന് അവിടെ നിന്ന് മാറ്റണം. തൊടയൊക്കെ ചോർജാവോ. വാട്ടർഫോൾസിൻ്റെ ഒരു ലോങ്ങിൽ നിന്നുള്ള വ്യൂ, വാട്ടർഫോൾസിൻ്റെ ഒരു ലോങ്ങിൽ നിന്നുള്ള വ്യൂ കിട്ടി. ഇതാണ്, ഇങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന സ്പോട്ട്. ഇപ്പം ഇത് ഇവിടെ നിന്ന് ഏകദേശം ഇത്രയും ദൂരം അങ്ങോട്ടേക്ക് വേണം ട്രക്ക് ചെയ്തെത്താൻ. മഞ്ഞിറങ്ങിയിട്ടുണ്ട്, മഞ്ഞിറങ്ങി കേട്ടോ. ഒന്നുമല്ലാത്തൊരു ഭയങ്കര ആവേശം കഴിഞ്ഞോ? ആവേശം കഴിഞ്ഞു. അയ്യോ, അയ്യോ ഇതിൻ്റെ അത് കുറേ നടന്നു. അയ്യോ മച്ചികളെ, അയ്യോ മച്ചി മടുത്തോ? മച്ചി മടുത്ത് മച്ചി, മടുത്ത് മച്ചി, അല്ല മടുത്തില്ല മച്ചി, മടുത്തില്ല മച്ചി. അയ്യോ മച്ചി മടുത്തോ? എവിടെ വീണ് കിടന്ന ഇപ്പഴാ എഴുന്നേറ്റ്. കാടിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചിപ്പോൾ ഒരു തിക്കായി. അയ്യോ, നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ വാട്ടർഫോൾ കാണാം കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഓക്കെ, ഇപ്പഴ സൈഡിൽ കാട്. Careful, bro. Don't have voluntary control. So we say it happens spontaneously. Okay. So when you go to sleep, try to go to sleep. മഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. വഴി തീരെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മൊത്തം ഇടയ്ക്ക് വെള്ളമുണ്ട്, നന്നായിട്ട് തെന്നുന്നുണ്ട്. So you've got to be human. പോകുന്ന വഴിയുടെ വിട്ട് കുറഞ്ഞോണ്ടേ.
കാടും മലയും കടന്ന് എവിടെയോ ഏകദേശം എത്താറായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. So guys, finally we reached our destination. നമ്മൾ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. യെസ്, Jambu, and here it is. എൻ്റെ അമ്മോ, ഈ ക്യാമറയിൽ എത്രത്തോളം ഇതിൻ്റെ ഒരു സൗന്ദര്യം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അടിപൊളി എന്ന് വെച്ചാൽ കിഡിലൻ, നൈസ്. ഇതാണ് മോനെ സാധനം. എന്ത് സാധനം? ഇത് അല്ലല്ല, ഇത് ഈ നാട്ടിലെ മൂപ്പനാ. ഇത് ഈ നാട്ടിലെ മൂപ്പനാ. കുടുംബക്കാരാണ്, ഞങ്ങൾക്ക് ഇതേ അറിയത്തുള്ളൂ. ഞങ്ങൾക്കില്ല. ഇവിടുത്തെ പച്ചമരുന്നൊക്കെ ഉണ്ടാക്കി ഇവിടെ മറ്റേ നാട്ടു ചികിത്സയുടെ ആളാ. ഫ്രഷ് വാള കിട്ടും, ഇവിടെ തരാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് വാട്ടർഫോൾസ് എത്തിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? നമ്മൾ വിളിക്കാൻ പോകും. അടിപൊളി ഇന്നില്ലേ അപ്പോൾ ഇവിടെ നമ്മള് ഒരു 6 കിലോമീറ്റർ നടന്നതാണ്. ആക്ടിങ്ങാണ് എൻ്റെ അമ്മോ. മാരക തണുപ്പ് വെള്ളത്തിൽ. ഇവിടെ വെളിയിൽ നല്ല മഴയാണ്. അപ്പം ഈവനിങ് കരിഞ്ചായ ബിസ്ക്കറ്റാണ് ഈവനിങ്ങിൽ നമുക്ക്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ മഴയൊക്കെ മാറി ചായയൊക്കെ കുടിച്ചിട്ട് ചുമ്മാ നിൽക്കണമായിരുന്നു. അപ്പം ഇതാണ് വൈകുന്നേരത്തെ ടെൻറ്റിൻ്റെ അവസ്ഥ. കൊള്ളാല്ലേ, നല്ല ആംബിയൻസ് ആണ്. We are heading to മീശപ്പുലിമല. അല്ലേ? സമയം ഇപ്പോൾ 5 മണിയാണ്. 4:59. 5 മണിയായ 1 മിനിറ്റ് കൂടെ. 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് റെഡിയായി. ചായയും ജാമും. ഞാൻ പറഞ്ഞോളാം കേട്ടോ. ആണോ? ചായയും ബ്രെഡും ജാമും കിട്ടാൻ വേണ്ടി. അതെ, അത് ഇവൻ്റെ വ്ളോഗിൽ പറഞ്ഞാൽ എൻ്റെ വ്ളോഗിൽ ഞാൻ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാനൊന്ന് പറഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അപ്പം ബാക്കി പരിപാടികളോട്ട് കാണാം. പച്ചവെള്ളം തച്ചീന് സൂച കാര്യങ്ങളൊന്നും പറഞ്ഞു പ്രേക്ഷകരെ മനസ്സിലാക്കട്ടെ. അവർക്ക് അറിയാൻ 4 മണിക്ക് രാവിലെ 4 മണിക്ക് നമ്മൾ എഴുന്നേറ്റു. 3 മണിക്ക് എണ്ണിച്ചു. ഉറക്കിയില്ല. ബ്രെഡും ജാമും കഴിച്ചതിന് ശേഷം നമ്മൾ മീശപ്പുലിമലയിലേക്ക് പോകാൻ റെഡി ആയിട്ട് എനിക്ക് ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ തന്നു
മീശപ്പുലിമലയിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളിത് ജീപ്പിൽ കയറി എല്ലാവരും ഒരുമിച്ച് കയറി ജീപ്പിലാണ്. ഇടയൊന്നും എടുത്തിട്ടൊന്നും എടുക്കാം. ഇതിനിടയിൽ അത് കാട്ടിയേണ്ട കാര്യം ഉണ്ടായത് അത്ര പറഞ്ഞു വന്നതല്ലേ, ഇനി അത് നിർത്ത്. ചില സമയത്ത് വെളിവും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. നമ്മളെ പ്രേക്ഷകർ ക്ഷമിച്ചോളൂ, അത് പ്രേക്ഷകർക്ക് അറിയാം. അല്ല അസൂയ അവന്റെ റീച്ച് ചെയ്തില്ല, 4ലേക്ക് കയറുന്നുള്ളൂ. 5ലേക്ക് പൊട്ടിക്കാൻ വേണ്ടി പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പോകുന്ന പതിയെ പറഞ്ഞത് മീശ പുലി മല, മീശ പുലി മല. ഓക്കെ, കൊണ്ടിരിക്കുകയാണ്. ഓഫ് റോഡാണ്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. സൺറൈസ് വ്യൂ പോയിന്റിലേക്കാണ് ഫസ്റ്റ് നമ്മൾ പോകുന്നത്. അതിനുശേഷമാണ് മീശപ്പുലി മലയിലേക്ക് ട്രക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഓക്കെ, കോപ്പിറൈറ്റ് അടിക്കും. സോറി, പാട്ട് കോപ്പിറൈറ്റ് അടിക്കുമായിരിക്കും. എൻ്റെ റെമ്യൂണറേഷനെ ബാധിക്കും, അതുകൊണ്ട് കട്ട് ചെയ്യുവാണ്. ഇവിടെ ഹാവ് എ സിറ്റുവേഷൻ വണ്ടി ഇവിടെ എന്തോ സ്റ്റക്കായി. എവിടെ നിന്നാ നോക്കണ്ട കേട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങളോട് സഹായിക്കും. പുറകോട്ടാണ് എടുക്കുന്നത്. രക്ഷയില്ലാന്നാ തോന്നുന്നത്. അവിടെ നമ്മൾ കളിച്ചു. അപ്പോൾ സാഹസികമായിട്ടുള്ള ഏകദേശം ജീപ്പ് റൈഡ് കഴിഞ്ഞ് ജീപ്പ് എങ്ങനെയൊക്കെയോ തള്ളി ഉന്തി കയറ്റി ഞങ്ങളിപ്പോൾ ഒരു സൺറൈസ് പോയിൻ്റ് കാണാനായിട്ട് വന്നതാണ്. ഇത് ഏകദേശം എനിക്കൊന്ന് ഒരു 500 മീറ്ററോളം നമ്മൾ ട്രക്ക് ചെയ്ത് കയറണം. കയറുമ്പോഴാണ് ആ വ്യൂ ഞാൻ ട്രക്ക് ചെയ്ത് പോകുന്ന സ്ഥലം കാണിക്കാം. അയ്യാ, ഈ മല ഈ കുന്ന് ഫുള്ള് കയറണം. അമ്മേ, അല്ല അല്ല, അതിൻ്റെ ഇടയ്ക്ക് പൈസ എന്ന മണ്ടത്തിലൊക്കെ ചോദിക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ മുകളിലെത്തിയിട്ട് അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. അയ്യോ, സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് എത്തുന്ന വഴിക്ക് വേറൊരു കിട്ടില്ല വ്യൂ കണ്ട് ഞാൻ കാണിച്ചു തരാം. നൈസ്. ഏകദേശം എത്താറായിട്ടുണ്ട്. ഇത്ര ഇറങ്ങി, സോറി കയറി, ഇത്രയും കയറി. കുറച്ചും കൂടെ കയറാണ്ട്. ഏകദേശം 8,600 feet എബവ് ദ സീ ലെവൽ ആണ് നമ്മളിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമുണ്ട് തന്നെ നമുക്ക് ഈ ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, സിറ്റുവേഷൻ ഈസ് അണ്ടർ കൺട്രോൾ. എത്താറാവുന്നു. സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ ഓക്കെ. നമ്മൾ അവസാനം ഫൈനലി കയറിയിരിക്കുകയാണ്. എത്തി. ഇതാണ് വരുന്ന വ്യൂ. ഇതൊരു സൈഡിലെ വ്യൂ, ഇത് ഇപ്പുറത്തെ സൈഡിലെ വ്യൂ. അല്ലേ,
നൈസ്. ഏത് നമ്മുടെ യാത്രക്കാരായിട്ടുള്ള പയ്യന്മാർ അടി സൈത്തൊക്കെ പട്ടി ആറ്റിറ്റ്യൂഡ് ആയതാ പാഴേ. ഉയ്യോ റൗഡി அப்படியே ரவுடி மாதிரி இருக்குடா. ரவுடி மாதிரி இருக்குடா. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പം മീശപ്പുലിമലയിലേക്കുള്ള ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഏകദേശം അത്യാവശ്യം പോകാനുണ്ട്. അത്യാവശ്യം ആ കാണുന്ന ടിപ്പ് കണ്ടോ, ആ ടിപ്പിലേക്കാണ് നമ്മളിപ്പോൾ ട്രക്ക് ചെയ്ത് പോകാൻ പോകുന്നത്. ഇതുവഴി ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോകണം. അപ്പോൾ അതിലേക്ക് കിടക്കാൻ ഓക്കെ. ഞങ്ങളുടെ ബൈക്കാ ആ സൈഡിൽ പിടിച്ച് ഒരു കുത്ത് ഇറക്കമാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പതിയെ കാലിങ്ങനെ സിക്സ് ആക്ക് മോഷനിൽ ഇറക്കിയില്ലെങ്കിൽ തെന്നി താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം അങ്ങനെ പതിയെ ഇറങ്ങുന്നതാണ്. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് ഇറക്കം. കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭയാനകമാണ് ഇറക്കം. ഭയാനകമല്ല, കുറച്ചുകൂടെ ഇറക്കമുണ്ട്, കുറച്ചുകൂടെ സ്ലോപ്പാണ്. ഇപ്പോൾ വീഡിയോയിൽ അത്ര സ്ലോപ്പ് തോന്നിക്കുന്നില്ല, നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ സ്ലോപ്പാണിത്. ഇപ്പോൾ പണി കിട്ടിയാൽ ഒരു കാലൊന്ന് സ്ലിപ്പായിട്ട് ഒരു 100 മീറ്റർ കഴിഞ്ഞിട്ടാണ് നിൽക്കാൻ പറ്റിയത്. കാരണം മറ്റേ ചെറിയ ഉരുണ്ട കല്ലുള്ളതുകൊണ്ട് നമ്മളൊന്ന് സ്കിഡായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് അങ്ങനെ അങ്ങ് പോകും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കണം. ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി, ഒന്നും പറ്റിയില്ല. ഓക്കെ, ഈ കാണുന്ന ടിപ്പിലേക്കാണ് നമ്മളിപ്പോൾ ട്രക്ക് ചെയ്ത് പോകുന്നത്. ഈ കറക്റ്റ് ഈ ടോപ്പിലേക്ക്. ഓക്കെ, അതിലേക്ക് എങ്ങനെയൊക്കെയോ പോകണം. ഗൈഡുണ്ട് കൂടെ, പിന്നെ നമ്മുടെ ടൂറിൻ്റെ കോർഡിനേറ്ററായി എല്ലാമായ നമ്മുടെ സ്വന്തം ബാവുക്ക ഉണ്ട്. ബാവുക്ക പുറകിൽ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇങ്ങനൊരു വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ഇങ്ങനൊരു പുല്ല്. അപ്പോൾ ഗായ്സ്, ഇപ്പം ഇറങ്ങി നമ്മൾ ഇങ്ങനൊരു പരിപാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇനിയും പോകാനുണ്ട് കുറേ. അപ്പം പോവാം. ഇത് എന്തോ ഒരു ഡാം പോലത്തെ സെറ്റപ്പ് എന്തോ ആണ്, കാണിച്ചു തരാം. കണ്ടോ, മഴയുള്ള ടൈമിൽ അവിടെ വെള്ളം ഉണ്ടാകുമായിരിക്കും. മറ്റൊരു അതങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുള്ളതായിരിക്കണം. ഇത് കണ്ടോ, ഇത് കൊള്ളാം. അടുത്തത് നമ്മൾ കയറാൻ പോകുന്നത് ഈ മലയാണ്. ഇത് പാറയാണ്, ഇത് ഫുള്ള്. അപ്പോൾ അതിലേക്ക് കിടക്കുകയാണ്. ഇവിടെ ഒരു തെന്നൽ പോലത്തെ പരിപാടിയുണ്ട്. വെള്ളമുണ്ട്, ഫുൾ വെള്ളമയമാണ്. അപ്പം തെന്നലുണ്ട്. നമ്മൾ അടുത്ത മലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കയറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മല. ഇത് ഇങ്ങനൊരു സെറ്റപ്പാണ്. കല്ല് പരിപാടി ആണ്. അവരൊക്കെ നമ്മുടെ കൂടെ വന്നവരാ. അവിടെ നമുക്ക് വരയാടിനെ കാണാം. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. എവിടെ? ദേ നിൽക്കുന്നു, കണ്ടോ? അങ്ങനെ നമ്മൾ വരയാടിനെ കണ്ടു ഗൈസ്.
നമ്മൾ ഓരോ മല കയറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഓരോരോ വ്യൂസാണ്, നൈസാണ്. ഇതുണ്ട്, ഇതൊരു മല കയറി കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ്. ഇതിനപ്പുറം കണ്ടോ, കൊള്ളാം. അടുത്തതായി എൻ്റെ ഒരു ഗാനമാണ്. ഞാൻ പാടാം. ഒരു കരിമുകിലിന് നമുക്ക് ചാർലി എന്ന സിനിമയിലൂടെയാണല്ലോ മീശപ്പുലിമല ഫേമസ് ആവുന്നത്. അപ്പോൾ അതിലെ തന്നെ ഒരു പാട്ട് കാച്ചാം. ഒരു കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ, പാലാസജി പാടുന്ന പോലെ ആയി പോവല്ലോ, അണപ്പും എല്ലാം കൂടെ ആയിട്ട്. പിടിയോ. ഒരു കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ, പുതുമഴ മലരുകൾ വിതറിയ കുറുമലി തെന്നലെ അണയ്ക്കുന്നു ഗായ്സ്. അയ്യോ അമ്മേ. ഏകദേശം ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ഹൈക്ക് ചെയ്ത് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഒരുപാട് നേരത്തെ ഇനിയും പോകാനുണ്ട്. ഇനിയും 2, 1, 2, 3, 4 മലയും കൂടെ കയറി ഇറങ്ങാനുണ്ട്. എന്നാലേ നമ്മൾ ദ എക്സാക്റ്റ് പോയിന്റിലേക്ക് എത്തുള്ളൂ. കൊള്ളാം. പക്ഷേ ഇത് വളരെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു നല്ല വ്യൂ ആണ്. നല്ല രസമുള്ള കുറേ. ഇപ്പം ഒരു മല, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു മല ഇങ്ങനെ കുത്തിറക്കുവാണെങ്കിൽ ഒരുപാട് നല്ല മറ്റേ പാറ തെന്നലൊക്കെ ഉള്ളൊരു പരിപാടി, അങ്ങനെ ഒരു മൂഡാണ്. അപ്പോൾ കൊള്ളാൻ പറ്റും. ഇനി കയറാനുള്ള ഒരു 2, 3 മല, ഒരു മുട്ടക്കുന്ന്, ആ ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന പോയിന്റിലെ വ്യൂ അടിപൊളിയാകും. ഇതിപ്പം വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് നല്ല വ്യൂകൾ കിട്ടി ഗൈസ്. അവിടെ ഒരു വെള്ളച്ചാട്ടം. അമ്മോ, ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഫോണിൽ കൂടെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ്. അയ്യോ നൈസ്. നമ്മൾ ഇന്നലെ ആദ്യം ചെന്ന സ്ഥലം ഏതാണ്? സൈലൻറ്റ് വാലി. ഇവിടെ നിന്നാണ് നമ്മൾ ഇപ്പം തിവടം വരെ എത്തിയേക്കുന്നത്. തിവടം വരെ. അയ്യോ, ക്ലൗഡ് ബെഡൊക്കെ കണ്ടു തുടങ്ങി. നിങ്ങൾ ഒന്ന് കഴിഞ്ഞു എന്റെ ആറ്റുകാൽ ഭാസ്കര. നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒന്ന് പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണാൻ പറ്റി. യെസ്, ഒന്നല്ല, ഒരുപാടുണ്ടല്ലോ. ചുമ്മാ പറയുന്ന കേട്ടോ. പറ്റിച്ചോ, 12 കൊല്ലം നിറഞ്ഞിട്ട് കൊല്ലം പൂക്കാനല്ലേ. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇനി ഒരു വലിയ മലയും കൂടെ കയറിയാൽ എത്തി. മറ്റേ സാധനം എടുത്തില്ലേ ജി? സൺലൈറ്റ് അടിക്കുന്നു മുഖത്തേക്ക്. അടുത്തില്ല. എന്ത് ഭംഗിയാണ് സുഹൃത്തുക്കളെ. ചിത്രൻ അല്ലേ? ചിത്രനല്ലേ? ഈ മല കൂടെ കയറിയാൽ മാമാടെ പേജ് കീറി നടുവത്തി സൈഡിലൊക്കെ കയറിക്കൊണ്ടു. അപ്പോൾ മറ്റൊരു മലയും കൂടെ ഏകദേശം കയറി തീരാറായിരിക്കുന്നു. അയ്യോ എൻ്റെ പൂർണ്ണത്രശ്യ. വെള്ളം കുടിക്കാൻ കിട്ടുമോടാ? നമ്മൾ എത്തി ഗൈസ്. എൻ്റെ അമ്മ
നീണ്ട 4 കിലോമീറ്റർ ട്രക്കിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ മീശപ്പുലിമല ഫൈനലി എത്തിയിരിക്കുകയാണ്. ഇടപാട് വന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്, പക്ഷെ അതുപോലെ തന്നെ അത്യാവശ്യം ടഫാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മീശപ്പുലിമല എത്തിയിരിക്കുകയാണ് ഗായ്സ്. കാണിക്കാം. ഇത് ഫോണിൽ കാണുന്നതിനേക്കാട്ടിലും ഭംഗിയാണ് നേരിട്ട് കാണുമ്പം. ക്ലൗഡ് ബെഡ്, അവിടെ ക്ലൗഡ് ബെഡ് ഉണ്ട് ആ സൈഡിൽ. ഇങ്ങോട്ടാവുന്നതേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാം, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് തിരിച്ചിനിയിപ്പം ഇതുപോലെ തന്നെ ഇറങ്ങാനുണ്ട് 4 കിലോമീറ്റർ. അപ്പം ബാക്കി പരിപാടി അപ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ ഹയസ്റ്റ് സെക്കൻഡ് പീക്ക്, ഏകദേശം 8661 ഫീറ്റ്, 8661 ഫീറ്റ് എബോവ് ഫ്രം ദ സീ ലെവൽ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മീശപ്പുലിമല എത്തിച്ചേർന്നു. യെസ്, മീശപ്പുലിമല എന്ന ഒരു ഡെസ്റ്റിനേഷൻ കവർ ചെയ്തിരിക്കുകയാണ്. ഹൗ വാസ് യുവർ ഹൈക്കിംഗ് എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ഈ യാത്ര? ടഫായിരുന്നു, ഭയങ്കര പറയാതിരിക്കാൻ പറ്റില്ല. ഒരു എക്സ്പീരിയൻസ് ആണ്. കോർഡിനേറ്ററിന്റെ മാമാടെ മോൻ ടു ട്രാവൽ. ടഫായിരുന്നു, പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കാണത്തില്ല. അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞാലോ, ഇങ്ങനെ തന്നെ തിരിഞ്ഞു. ഇവിടെ നമുക്ക് നമ്മുടെ കറക്റ്റ് നമ്മുടെ ഫേസ് കിട്ടും. അപ്പം കൊള്ളാം അല്ലേ? കൊള്ളാം, അടിപൊളി. എല്ലാവരും ഒന്ന് വരേണ്ട സ്ഥലമാണ്. യെസ്, ഹൈക്ക് ചെയ്ത് തന്നെ വരാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ഒരു തവണയിലും വന്ന് കാണണം. യെസ്, വരുന്ന വഴി ഹൈക്ക് ചെയ്ത് വരുന്ന വഴിയൊക്കെയാണ് നൈസാണ്. ഓരോരോ വ്യൂ പോയിന്റ്സ് പരിപാടികളൊക്കെ ഉണ്ട്. എക്സ്പീരിയൻസ് ചെയ്യണം. നൈസാണ്. ഓക്കെ. അപ്പോൾ മീശപ്പുലിമല ട്രക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്തില്ല. മീശപ്പുലിമല വന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് തിരിച്ചിറങ്ങാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ താഴേക്ക് ഇപ്പം തിരിച്ച് നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് ട്രക്ക് ചെയ്ത് പോവാണ്. അടിപൊളിയായിരുന്നു. ക്ലൗഡ് ബെഡൊക്കെ കിട്ടി. കുറച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഫുൾ ക്ലൗഡൊക്കെ ആയിട്ട് ഇത് കാണാമെന്ന് തോന്നുന്നു. യെസ്, അപ്പോൾ അതാണ്. സോ ഇനി ബേസ് ക്യാമ്പിലേക്ക് തിരിച്ചു പോകുന്ന പരിപാടികളാണ്. ഓക്കെ. ഈ മാമനെയൊക്കെ കൊണ്ടുവന്നുള്ള പാട് മൂവും അമൃതാഞ്ജനും തേച്ചൊരു വഴിയാവും. ഞങ്ങളുടെ ഗോപേട്ടൻ പോയ കണ്ടോ നീ? സോ അതെ, നമ്മളിപ്പോൾ നമ്മുടെ ടീമിലുള്ളവരാണ് എല്ലാവരും കണ്ടോ? ഈ വയസ്സാം കാലത്ത് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? വല്ല വീട്ടിലിരുന്നാ പോരെ? കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആര്? പിന്നെ കോഴിയൊക്കെ വിറ്റല്ലോ. കുത്തുന്ന പശുമ്പ ഉണ്ടല്ലോ വീട്ടിൽ 2 എണ്ണം. കണ്ടോ എല്ലാവരും ഇറങ്ങുന്നത് കണ്ടോ? സപ്പോർട്ട് ചെയ്താണ് ഇറങ്ങുന്നത്. കാരണം നല്ല തെന്നലുണ്ട്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ഇവിടുന്ന് ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്നത് താഴെ പോയായിരിക്കും നിൽക്കുന്നത്. തെന്നി അങ്ങ് പോവും. എവിടെ തൊപ്പിച്ചത്? കിട്ടും, നമുക്ക് മേലെ കട ഉണ്ട്. ഞങ്ങളുടെ മാമൻ മരുന്നുണ്ടോ? നിങ്ങളുടെ മാമായും ഞങ്ങളുടെ മാമായും. എടാ ഗോപേട്ടനെ നീ കണ്ടുപിടിയടാ. ജില്ലയില്ലെന്നാ പുള്ളി നിൽക്കുന്നത്. അതിസങ്കീർണമായ ആ മല, ദ സ്ലിപ്പറി മൗണ്ടൻ. കിടക്കട്ടെ. അപ്പം അത് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ പുറകിൽ അൻസൽബിയെ കാണാം. കഷ്ടപ്പെട്ട് അൻസൽബിയും ആ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച്
ബേസ് ക്യാമ്പിലേക്കുള്ള പ്രയാണത്തിലാണ്. മൂന്നാലോട്ടം വീണു. ഇനിയുണ്ട് അതിന്റെ ഒരു ടാസ്ക് ആണ്. യെസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ദേ അങ്ങ് ദൂരെ കാണുന്നവരൊക്കെ നമ്മുടെ കൂടെ വന്നവരാണ്. നമ്മളിനി അങ്ങോട്ടേക്കൊക്കെ എത്താനുള്ളതാണ്. നമ്മളിത് ഇവിടാം വരെ അതുള്ളത് അവിടെ കാണാവോ? യെസ്, ഇത് ഒക്കെ നമ്മുടെ ടീമിലുള്ളവരാണ്. നമ്മളിതേ ഇവിടെ. നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അതായത് നേപ്പാളിൻ്റെ ദേശീയ പുഷ്പം, നാഷണൽ ഫ്ലവർ ഓഫ് നേപ്പാൾ. നമുക്കിതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. റോഡോഡെൻഡ്രോൺ. എന്താണ് പേര്? റോഡോഡെൻഡ്രോൺ. അതായത് ഇത്രയും ആൾട്ടിറ്റ്യൂഡുള്ള 2000 ഫീറ്റ് ഏകദേശം വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഇത്ര പൂത്ത് വരുള്ളൂ. അല്ലാത്തതുകൊണ്ട് ചെടികളൊക്കെ പലയിടത്തും ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ പൂത്തുണ്ടെങ്കിൽ അത്യാവശ്യം ഹയസ്റ്റ് പീക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഉണ്ട്, അവിടെ ഉള്ള ആ ഒരു മരം ഉണ്ടല്ലോ, ഈ മരങ്ങളൊക്കെ അതാണല്ലേ. നടന്ന് അങ്ങനെ ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഇപ്പം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കയറുന്നതിനെ പോലെ തന്നെ ടാസ്ക് ഉണ്ട് ഈ ഇറങ്ങുന്നതും. കണ്ടോ അവിടെ ഒരു ചെറിയൊരു അരുവി പോലെ ഉണ്ട്. അവിടെ നമ്മൾ നല്ല വെള്ളമാണ്. അവിടെ നമ്മൾ കുപ്പിയിൽ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയിൽ വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ടുവന്നു. അമ്മേ, ഇത് പൈനാ കേട്ടോ, പൈൻ ട്രീ. വിത്ത് സൗണ്ട് എഫക്ട്സാ, ഫുൾ സൗണ്ട് എഫക്ട്സാ. യെസ്. നിങ്ങൾക്ക് ഈ ഫോണിൽ കൂടെ എത്രത്തോളം മനസ്സിലാകുന്നില്ല, പക്ഷേ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു ലാൻഡ്സ്കേപ്പ് കാണാൻ ഭയങ്കര രസമുണ്ട്. ഇതൊന്നും ആയിട്ടില്ല, ഒരുപാട് നടന്നു. വീഡിയോ എടുക്കൽ കുറവാണ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക്, അതുകൊണ്ടാണ് ഒരുപാട് നടന്ന്. ഇത് കണ്ടോ നമ്മുടെ ടീമിലുള്ള ആൾക്കാരാണ് പോകുന്നതൊക്കെ. അയ്യോ കണക്കാണി. ഇതിനൊരു അന്ത്യമില്ല ഗൈസ്. നമ്മൾ ഏകദേശം കുറേ ഇപ്പം നടന്നു. ഇനിയും നമ്മളിത് ആ കാണുന്നതാണ് നമ്മുടെ സ്പോട്ട്. നമ്മൾക്ക് തിരിച്ച് പോകാൻ വേണ്ടി വണ്ടി കിടക്കുന്ന സ്ഥലം. അവിടോട്ട് ഇനിയും പോകണമെന്ന് വെച്ചാൽ ഇതാണ് എത്തേണ്ട സ്ഥലം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ. എൻ്റെ അമ്മോ, ഏകദേശം എന്തൊക്കെ ആയിട്ടില്ലേ? ഇനിയുണ്ടോ? ഇപ്പം ഒരു കുത്തനെ ഇറക്കമായിരുന്നു. ഇപ്പോൾ ഒരു ഫ്ലാറ്റുകളുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൈത്തോട്, ഒരു അരുവി. ഇവിടെ ഒരു അരുവി കണ്ടോ ഗൈസ്? അയ്യോ, ഇതാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴി. ഇതാണ്. അതൊക്കെ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നാൽ നമ്മൾ ആൾക്കാർ വരുന്നുണ്ടോ? മോളിൽ ആൾക്കാർ വരുന്ന കാണും. കണ്ടത് നോക്ക്, മോളിൽ നിന്ന് ആൾക്കാർ വരുന്നത് കണ്ടോ ഗൈസ്? ഇത് കണ്ടോ? ഇത് നൈസൊരു സ്ഥലം അല്ലേ? കൊള്ളാം അല്ലേ? ഇങ്ങനൊരു സ്പോട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആരാ നോക്കേ, നമ്മുടെ ഫോറസ്റ്റിന്റെ സ്വന്തം ഗൈഡ്. പിന്നെ നമ്മളൊന്നും ചെയ്യത്തില്ല. ഇത് റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. ഈ മീശപ്പുലിമല ഫുള്ള് റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. ഏതാ മഷ്റൂം ബാക്കിലുണ്ട്. കഴിഞ്ഞ സൈലന്റ് വാലിയിൽ കണ്ടു പറഞ്ഞു. ട്രക്കിങ് നടക്കുന്ന സമയത്ത് ട്രക്കിങ് അങ്ങനെ ഒരിക്കലും കടുവ നമ്മുടെ ഫ്രണ്ട് വന്ന് പെട്ടില്ല. അതായത് നമ്മള് പെട്ടെന്ന് മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ. നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവരായിട്ട് മാറി നിൽക്കും. 400 മീറ്റർ ഉള്ളൂ. 400 മീറ്റർ ഉള്ളൂ ഇനി. ആര് പറഞ്ഞു? ഗൈഡ് പറഞ്ഞു 400 മീറ്റർ ഏകദേശം 1 കിലോമീറ്റർ.
അല്ല ഇവിടെ 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല ചാട്ടം. കയറ്റമല്ലേ കോപ്പ്? അതെന്താണത്? അവിടെ ഒരു ഷെഡ്. തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക്. വിക്ടറി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. യെസ്, ഇനി ഇവിടെ നിന്ന് കുളിച്ച് റെഡിയായി ഇവിടെ നിന്ന് പോവും. തിരിച്ച് മൂന്നാറിലേക്ക് ഫുഡ് കഴിക്കും. ലഞ്ച് കഴിച്ചിട്ട് പോവും. ഇവിടെ നിന്ന് നമ്മുടെ മിഷ പുലിമല ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ പുട്ട്, ചോറ്, സാമ്പാർ, കടലക്കറി, കോവിച്ചാറ്, കോവീശ്വരം, ബീട്രൂട്ട് തോരൻ, പഴം, ആപ്പിള് തുടങ്ങിയവയൊക്കെയാണ്. കുട്ടി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സും സാധനങ്ങളും എല്ലാം ബാക്ക് ചെയ്തിട്ട് 3 പേരും കൂടെ വരാനുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇറങ്ങുന്നത്. എന്നിട്ട് നമ്മളപ്പം തിരിച്ചിനിയിപ്പം ഇവിടെ ജീപ്പ് റെഡിയാണ്. ജീപ്പിൽ നമ്മൾ തിരിച്ച് സൈലന്റ് വാലി വഴി നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിലേക്ക് അവിടെ നമ്മുടെ കാറുണ്ട്. അവിടെ നിന്ന് നമ്മൾ കാറും എടുത്ത് നേരെ തിരിച്ച് കാഞ്ഞിരപ്പള്ളി. എന്തിനാണ് എന്നെ പറയില്ല, ട്രിപ്പിന്റെ കാര്യം പറയില്ല. അപ്പം ഓക്കെ, അപ്പം ടാറ്റ പറഞ്ഞേക്കെ. ചാച്ചാ, ബൈ ബൈ. അപ്പൊ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുന്നു. സുമേർ ഖാൻ ടാറ്റ പറഞ്ഞില്ല നീ? സൂപ്പർ. രണ്ടും ടാറ്റ പറയാനുണ്ട്. Okay. Bye. See you again. Bye.